ഫസലിന്റെ കൊലപാതകം ഇപ്പോ CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ പ്രചരണം നടക്കാണ്, രാജ്യത്ത് മുഴുവൻ പോസ്റ്ററാണ് ഫസലിന്റെ കൊല അല്ലേ. എന്നിട്ട് ചോദിക്കാണ്, ആദ്യം ഫസൽ, പിന്നെ ഷുക്കൂർ, ഇപ്പോഴോ ചന്ദ്രശേഖർ, ഇനി ആര്? എന്നിട്ട് പറയാണ്, നിർഭയമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് NDF ആവുക. അവസാനം അങ്ങോട്ട് കാണും, വേറൊന്നുമല്ല. അപ്പോഴും കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണ്. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, ആദ്യം ഷുക്കൂർ അല്ല. 65 കൊല്ലായിടോ. നീയൊക്കെ ഇന്നലെ പെറ്റു വീണിട്ട് കാലിന്റെ ചുമപ്പുമായിട്ടില്ല. 65 കൊല്ലായി. ഈ കാണുന്ന ഡൂക്കിലി സഖാക്കളല്ല, അതിനേക്കാൾ വലിയ കൊലക്കൊമ്പന്മാരോട് 65 കൊല്ലം പൊരുതിയിട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് നട്ടപ്പാതിരക്ക് ഇരുട്ടിന്റെ മറവിൽ കത്തിയും കോഴാൻ എടുത്ത് കളിക്കുന്ന ഭീരുക്കളായ ഒരു സംഘത്തിന്റെ ആവശ്യമില്ല ലീഗിൽ നിലനിൽക്കാൻ. അതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരെ മനസ്സിലാക്കിക്കോ. ചന്ദ്രശേഖരന്റെ പേരിൽ, ഷുക്കൂറിന്റെ പേരിൽ നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരിൽ നിന്ന് ഒരു കുട്ടിയെ പോലും കിട്ടുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. നിങ്ങൾ അതിനേക്കാൾ വലിയ കുഴപ്പക്കാരാണ് ഇല്ലേ. നിങ്ങൾ ചോദിക്കാൻ, എന്നിട്ട് പറയാൻ ഷുക്കൂറിന്റെ ലീഗാരോട് ചോദിക്കാൻ, ഷുക്കൂറിനെ തടഞ്ഞു വെച്ചിട്ട് വിളിച്ചില്ല ഷാജിനെ. ആരോടോ വിളിച്ചത്? ഷുക്കൂറിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, അതിനെ പറഞ്ഞാൽ പറയണില്ല. ഷുക്കൂറിന്റെ ഉമ്മ പറഞ്ഞു, അതിനെ പറഞ്ഞാൽ പറയണില്ല. നിങ്ങൾക്ക് നുണ പ്രചരിപ്പിക്കാൻ തന്ത്രമുണ്ട്. നിങ്ങൾ ഫാഷിസ്റ്റുകളാണ്. നിങ്ങൾക്ക് എന്ത് പറയാം, പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ചോദിക്കാം, പകരം വീഴ്ത്തണ്ടേ? ഷുക്കൂറിനെ കൊന്നോരെ പകരം വീഴ്ത്തണ്ടേ? എന്നാൽ ഞാൻ ചോദിക്കുന്നോ, നിങ്ങളുടെ ആദ്യത്തെ രക്തസാക്ഷി അബൂബക്കറാണ്. അബൂബക്കർ മാഷ് കുറ്റിയാടി, കൊന്നവൻ കുറ്റിയാടി അങ്ങാടിയിലൂടെ നിന്റെയൊക്കെ മുമ്പിലൂടെ തേരാപ്പാരം നടക്കുന്നുണ്ട്. തീർന്നില്ല. ഫസലിന്റെ വിഷയത്തിൽ ആരോടോ പകരം വീട്ടിയത്? ഫസലിനെ കൊന്നപ്പോ ഞാൻ അന്ന് രാവിലെ ഫസലിന്റെ വീട്ടിൽ പോയി. ഫസലിന്റെ പെങ്ങൾ പറഞ്ഞു, ഫസലിന്റെ കുടുംബം പറഞ്ഞു, കൊന്നത് CPM ആണ്. അന്ന് വൈകുന്നേരം തലശ്ശേരി അങ്ങാടിയിൽ NDFന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ മത്സരിച്ച NDF നേതാവിന്റെ പ്രസംഗം ഞങ്ങളുടെ കയ്യിലുണ്ട്. 1.5 മണിക്കൂർ RSSനെതിരെ പ്രസംഗം. അതിന്റെ അരമണിക്കൂർ മുമ്പാണ് ആഭ്യന്തരമന്ത്രി കൊടിയേരി ഗസ്റ്റ് ഹൗസിൽ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് കൊന്നത് RSS ആണ്. അതിന് ചുവടി പിടിച്ച് NDFന്റെ പ്രസംഗം. എന്നിട്ട് 1.5 മണിക്കൂർ പ്രസംഗിച്ച് RSSനെ തീച്ച പിടിച്ച് BJPയെ തെറി പറഞ്ഞ് എന്നിട്ട് ഇയാളിങ്ങനെ വേർപ്പിങ്ങനെ തുടക്കുകയാണ്, പ്രസംഗം നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ചില വാർത്തകൾ കേൾക്കുന്നു, നമ്മുടെ സഹോദരനെ കൊന്നത് പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെന്ന് കേൾക്കുന്നു. അല്ലാഹുവേ, ഫസലിനെ കൊന്നവരെ നീ CPM ആക്കരുതേ. അതെന്ത് ഏർപ്പാടോ? കാരണം എന്താണ് CPM ആവരുത്? സ്വന്തം സഹോദരന്റെ ചോരയുടെ വില നിന്റെ നേതാവ് കൊടിയേരിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒറ്റുകൊടുത്തു നിങ്ങൾ. ഫസലിന്റെ ഭാര്യ കൊടുത്തതാ CBIക്ക് കേസ് പോകാൻ. ഫസലിന്റെ കുടുംബം പറഞ്ഞതാ കൊന്നത് CPM ആണ്. നിങ്ങൾ പറഞ്ഞില്ല. കോടതിയിൽ അന്നത്തെ DYSP ഈ തളിപ്പറമ്പിൽ കൊണ്ടുവന്നാണ് DYSP നിങ്ങൾ സസ്പെൻഡ് ചെയ്തത് അല്ലെ? ഈ തളിപ്പറമ്പിൽ ഒരു പെണ്ണ് കേസിൽ കുടുക്കിയിട്ട് ഈ തളിപ്പറമ്പിൽ ഞാൻ അവിടെ അന്ന് ഫസലിനെ കൊന്നപ്പോ അവിടെ പോയി DYSPയോട് സംസാരിച്ചു. DYSPയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ സംസാരിച്ചു. DYSP എന്നോട് പറഞ്ഞു, 53 പ്രതികളെ 53 പേരെ ചോദ്യം ചെയ്തു. 3 പേർ BJP, 50 പേർ CPM. കൊന്നത് CPM ആണ്. കൊടിയേരി പറഞ്ഞു ഇത് BJPയെ പ്രതിയാക്കാൻ. അയാൾ സമ്മതിച്ചില്ല. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അയാളെ മാറ്റി തളിപ്പറമ്പിൽ സഖാക്കളുടെ പാർട്ടി ഗ്രാമത്തിൽ കൊണ്ടുപോയി ആ മനുഷ്യനെ കുടുക്കി. കോടതിയിൽ ഈ DYSP അന്ന് യൂത്ത് ലീഗുകാരന്റെ പ്രസന്റ് ചെയ്തത് അറിയാമത്? സസ്പെൻഷൻ പിൻവലിക്കാൻ കോടതിയിൽ നിന്നാണ് DYSP രക്ഷപ്പെടുന്നത്. മുഴുവൻ പ്രതികളെയും RSS ആക്കാൻ CPMന്റെ കയ്യിൽ നിന്ന് അച്ചാരം പറ്റിയത് എടോ NDFകാരാ, നിന്റെ നേതാക്കന്മാരാണ്. ഫസലിന്റെ കുടുംബമാണ്. അവർ കോടതി CBIക്ക് പോയത്. നിങ്ങൾ സഹായിച്ചില്ല അവരെ, നിങ്ങൾ പറഞ്ഞില്ല അവരെ. നിങ്ങൾ ഒരു സഹായവും നിയമസഹായവും അവർക്ക് ചെയ്തില്ല. എന്ന് മാത്രമല്ല, എനിക്കെതിരെ കേസ് കൊടുത്തു. സൈനുദ്ദീൻ വക്കീലിനെതിരെ കേസ് കൊടുത്തു. എന്തിന്? ഫസലിന്റെ ചോര നിങ്ങൾ വിറ്റ് പണം വാങ്ങി എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് കേസ് കൊടുത്തിട്ട് എന്നെ തൂക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണോ എന്ന് കേസ്. ഞാൻ പറയുന്നു, ഫസലിനെ വിറ്റതിന്റെ ചോര, ആ ചോരയുടെ പണം നിങ്ങളുടെ നേതാക്കന്മാരടക്കം പറ്റിയിട്ടുണ്ട്. അല്ലെന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? അല്ലെന്ന് പറയാൻ കഴിയോ? എന്നിട്ട് പറയാണ് ലീഗാരോട്, നിങ്ങൾ പകരം വീട്ടണില്ലേ? ഞങ്ങൾ പകരം വീട്ടണല്ലേ? ഞങ്ങളെ അടിച്ചോളെ ഞങ്ങൾ അടിക്കണല്ലേ? ഞങ്ങളെ കൊന്നോനെ ഞങ്ങൾ കൊല്ലണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ വെട്ടിട്ടില്ലേ? മാട്ടൂരിൽ വെട്ടിട്ടില്ലേ? CPM മാത്രമല്ല, ഷുക്കൂറിനെ പോലെ ഞങ്ങളുടെ സഹോദരന്മാരെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും നിങ്ങളുമില്ലേ? മാട്ടൂരിൽ എന്റെ മണ്ഡലത്തിൽ നിങ്ങൾ ആക്രമിക്കുന്നില്ലേ? ഇവിടെ പ്രസംഗിച്ചു പോയ ഗഫൂറിന്റെ ഒറ്റപ്പാലത്ത് ആക്രമിക്കുന്നില്ലേ? ഞങ്ങൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ആരാന്നറിയാലോ? ഇത് യൂണിറ്റാ.
ഇതൊരു ശാഖ. ഞങ്ങൾ ആരാന്നറിയാലോ? നിങ്ങൾ ആരാന്നറിയാൻ ഞങ്ങൾ വോട്ട് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ആരാന്നറിയാൻ നിങ്ങളുടെ കണ്ണൂരിലെ സമ്മേളനം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആരാന്നറിയാലോ? ഞങ്ങളൊന്നത് തീരുമാനിച്ചാൽ മതി. 1/2 മണിക്കൂർ വേണ്ട. 2 കാലിൽ നടക്കുന്ന ഒറ്റ LDF-കാരൻ. ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങളുടെ മര്യാദകളല്ല, ഞങ്ങൾ പഠിച്ച മാന്യതകളല്ല, 65 കൊല്ലം കൊണ്ട് ഞങ്ങൾ സ്വയത്തമാക്കിയ ജനാധിപത്യ ബോധമല്ല. നിന്റെ അക്രമവും നിന്റെ കൊലയും നിന്റെ ഭീകരതയുമാണ് ഞങ്ങളുടെ മുദ്രയെങ്കിൽ LDF-കാരാ. നിനക്ക് കഴിയുമായിരുന്നില്ല മാന്യമായി കേരളത്തിന്റെ മുമ്പിൽ നടക്കാൻ. ഞങ്ങളുടെ സംസ്കാരമല്ല, ജനാധിപത്യ ബോധമാണ്. ഇവിടെ ഷുക്കൂർ കൊല്ലപ്പെട്ടപ്പോ ജയരാജൻ ആഗ്രഹിച്ചത് മറ്റൊരുത്തൻ കൂടെ കൊല്ലപ്പെടണമെന്നാണ്, മറ്റൊരുത്തൻ കൂടെ മരിക്കണമെന്നാണ്, ഒരു സഖാവ് തീരണമെന്നാണ്. എന്നാൽ എന്താ സംഭവിക്കുക? കാലിയാവും, പ്രശ്നങ്ങൾ അവസാനിക്കും. ഏതു സഖാവിനെ കൊല്ല ഒന്ന് പരിശോധിക്കും. ഏതെങ്കിലും ഒരു സാധുവിനെ ഇല്ലേ, ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് പാർക്കുന്ന ഒരു ഇംഗിലാവ് വിളിച്ചുപോയ തെറ്റുള്ള ഒരു പാവത്തെ വലിയമാരൊന്നും കിട്ടൂലല്ലോ, അവർക്കൊന്നും പറ്റൂലല്ലോ. നമ്മുടെ പിണറായിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നിങ്ങൾ തീപ്പന്തമാവണം. ആര് തീപ്പന്താവണം? സാധുക്കൾ തീപ്പന്താവണം. മൂപ്പരോ നമ്മളെ വയ്ക്കൂല, നമ്മൾ പാരീസിന്റെ കുട്ടികളൊക്കെ കിടന്നുറങ്ങില്ലേ. എവിടെ തീപ്പന്താവാൻ? എവിടെ തീപ്പന്താവാൻ? കൊടിയേരിന്റെ മോനെ കിട്ടുമോ? കിട്ടൂല. UAE കച്ചവടല്ലേ, എങ്ങനെ തീപ്പന്താവാൻ? പിണറായിന്റെ മോനെ കിട്ടുമോ? ബർമിഹാം യൂണിവേഴ്സിറ്റിയിൽ ലണ്ടനിൽ പഠിക്കല്ലേ, എങ്ങനെ തീപ്പന്താവാൻ? MA ബേബിന്റെ മോനെ കിട്ടുമോ? കിട്ടൂലല്ലോ. അങ്ങ് US-ലല്ലേ, എങ്ങനെ കിട്ടാൻ? എന്നാ പിന്നെ തോമസ് ഐസക്കിന്റെ മോനെ തീരെ കിട്ടൂല. US പൗരനാണ്, US സിറ്റിസൺഷിപ്പാണ്. പിന്നെ ആര്? നമ്മുടെ നാട്ടിലെ സാധു സഖാവ് ഊത്തുപറമ്പിൽ 5 രക്തസാക്ഷികൾ തീപ്പന്തമായി. അറിയുമോ സഖാവേ? ഊത്തുപറമ്പിൽ ജീവിച്ചിരിക്കുന്ന നിരവധി പുഷ്പനെ പോലെയുള്ള രക്തസാക്ഷികൾ തീപ്പന്തമായി. തീപ്പന്തമാവണം ഇല്ലേ? പ്രതികരിക്കണം. ആഗ്രഹിച്ചു ജയരാജൻ ഞങ്ങൾ ഒരാളെ തിരിച്ചു കൊല്ലണം. എന്നാൽ ഈ കൊലക്ക് വേണ്ടി കത്തി കൊടുത്താൽ രക്ഷപ്പെടുത്താം. ഞങ്ങൾ പറയുന്നു, ചന്ദ്രശേഖരനെ വെട്ടിയപ്പോ ചന്ദ്രശേഖരനെ വെട്ടാൻ ഉപയോഗിച്ച ആയുധം എടുത്ത പോലീസ് പറയുന്നു ആയുധം കിട്ടി. അത് കഴിഞ്ഞിട്ട് പ്രതിയെ പിടിച്ചപ്പോ പറയാൻ, ഒരാളെ പിടിച്ചപ്പോ പറയാൻ പ്രതിയെയും കിട്ടി. ഇല്ല പോലീസുകാരാ, കിട്ടിയിട്ടില്ല. രാജ്യത്തെ നീതിപീഠമേ കിട്ടിയിട്ടില്ല. എന്താണെന്നറിയുമോ? നിങ്ങൾ ആദ്യം കണ്ടെത്തിയ ആയുധം ഉണ്ടല്ലോ, വാള്, കത്തി, അതൊരു ടൂളാണ്, അതൊരു ഉപകരണമാണ്. രാജ്യത്തിലെ നിയമവ്യവസ്ഥയിൽ കൊല്ലാൻ ഉപയോഗിച്ച ഉപകരണമാണ്. എന്നാൽ നിങ്ങൾ കയ്യാമം വെച്ച് ജയിലിൽ കയറ്റിയ ഇപ്പോൾ നിങ്ങൾ പ്രതികൾ എന്ന് പറയുന്നവരോ, അവരും രണ്ടാമത്തെ ടൂളാണ്. യഥാർത്ഥ പ്രതി അവിടെ ഉള്ളത്. യഥാർത്ഥ പ്രതി സിംഗപ്പൂരിൽ നിന്ന്, ചെന്നൈയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയത്, അവാർഡ് കിട്ടിയ ഒരു വലിയ മനുഷ്യനാണ്. ഞങ്ങൾ വേണമെങ്കിൽ പേര് പറയുന്നില്ല, ചൂണ്ടിക്കാണിച്ചു തരാം. കണ്ടാൽ വിജയനെ പോലെ ഉണ്ടാവും. നോക്കിയാൽ മതി. അവരാ പ്രതികൾ. ഇവിടെയുള്ള ജയരാജൻ, P. ജയരാജൻ, അവരാണ് നിങ്ങൾ കൊല്ലാൻ വിടുന്ന കൊടിസുനി, നിങ്ങൾ കൊല്ലാൻ കത്തി കൊടുത്തു പറഞ്ഞു വിടുന്ന ഇവിടുത്തെ അന്തേരി സുര. അവരൊക്കെ ടൂളാണ്. യഥാർത്ഥ പ്രതികൾ അതാസൂത്രണം ചെയ്തവരാണ്. ഷുക്കൂറിനെ കൊല്ലാൻ ഏതോ ഇരുട്ടിന്റെ മറവിൽ ഇരുന്നിട്ട്, ഇവിടുത്തെ കാപ്പട്ടി ഹോസ്പിറ്റലിനകത്ത് ഇരുന്നിട്ട്, എന്നാൽ കൊന്നോ എന്ന് ആജ്ഞ കൊടുത്ത CPM-ന്റെ സെക്രട്ടറി ഇല്ലേ, ആ സെക്രട്ടറി അങ്ങനെ ഇതൊക്കെ അവസാനിപ്പിക്കുന്നത് വിചാരിക്കണ്ട. LDF-കാരൻ വിചാരിക്കുന്നത് ഞങ്ങൾ അങ്ങ് പകരം വീട്ടി ഇതൊക്കെ തീർക്കണമെന്നാണ്, ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നാണ്. അവസാനിപ്പിക്കൂല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ഈ നിയമസഭയിൽ MLA എന്ന നിലയ്ക്ക് ഈ കേസിന്റെ ചുമതല പാർട്ടി എന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് അസന്നിഗ്ധമായി ഞാൻ പറയുന്നു, എത്ര വലിയ കൊമ്പത്ത് അവൻ കണ്ണൂരിലെ CPM-ന്റെ സെക്രട്ടറി സ്ഥാനത്തല്ല, കേരള നിയമസഭക്കകത്തുണ്ടെങ്കിലും അവനെ പുറത്തു ചാട്ടി നിയമത്തിന്റെ കണ്ണിൽ വന്നത് അവസാനത്തെ കൊടുക്കാവുന്ന ചുട്ടയും വാങ്ങുന്നവരെ അതിന് നിയമസഭയിൽ തന്നെ കുത്തുറന്നോടൊന്ന് KM ഷാജിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. പുറത്തിറങ്ങേണ്ടി വരേണ്ടി വന്നാലും അവരെ പിടിച്ചിട്ട് ഇത് അവസാനിപ്പിക്കൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ നിങ്ങളൊക്കെ പറയുന്ന പോലെ കേസിന്റെ ഒരു അട്ടിമറി നടക്കൂല. അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ കാലാകാലവും കൊലയാളികൾ, ചോരകുടിയന്മാർ ഇങ്ങനെ അന്തഃപുരങ്ങളിൽ ജീവിക്കാമെന്ന് കണ്ണൂർ ജില്ലയിൽ വിചാരിക്കേണ്ടതില്ല. ഈ അതിക്രമങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, രാജ്യത്തിലെ കൊലകൾ, രാജ്യത്തിലെ അതിക്രമങ്ങൾ മെനഞ്ഞാന്നത്തെ TV ചാനലിൽ, മെനഞ്ഞാന്ന് റിപ്പോർട്ടറിലെ മുഖാമുഖം പരിപാടിയിൽ ജയരാജൻ പറയാൻ എന്ത് സുഖമായിട്ടാണ് പറയുന്നത്. ഇവിടെ ചന്ദ്രശേഖരന്റെ കൊലപാതകം ചോദിച്ചപ്പോ പറയാൻ പെട്ടെന്ന് ഷുക്കൂറിലേക്ക് വന്നപ്പോ അത് ഷുക്കൂറിനെ കൊന്നത് ഞങ്ങളല്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ്.